ധ്യാന മാറ്റങ്ങൾ എന്തോരം സംഭവിച്ചിട്ടുണ്ട്? എനിക്കല്ല അപൂർവ മാറ്റങ്ങൾ. അതായത് ഈ സിനിമയിൽ ഞാൻ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള അഭിനയമാണ്, അഭിനയ ശൈലിയാണ് കൊടുത്തിട്ടുള്ളത്. അത് ആ ടീച്ചറിൽ പറയുന്നുണ്ട്, ആ വളയൊന്നും മാറ്റിയോ, ആര് പ്രായം ചെന്ന് അമ്മൂമ്മയുടെ അല്ലല്ലോ, അമ്മൂമ്മയുടെ വളയൊന്നും മാറ്റി വെക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മനസ്സിലായി എനിക്ക്, വളരെ ഗൗരവമായിട്ട് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് സിനിമ കണ്ടിട്ടില്ല, ഫുള്ളുടെ പോർഷൻസ്. പക്ഷേ ഡയറക്ടർ അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറയണ്ടേ ധ്യാനെ കുറിച്ച് പറഞ്ഞല്ല. ഞാൻ വളരെ വ്യത്യസ്തമായ ധ്യാനെ കുറിച്ച് മാത്രം ചോദിക്കാനുള്ള ഒരു ലുക്മാൻ ഉണ്ടായിരുന്നു. ആരെ കുറിച്ചൊക്കെ എല്ലാവരും ചോദിച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, കൂടുതലായിട്ട് അങ്ങനെ ഇതാക്കണം. അല്ല, ധ്യാൻ ചെയ്തു വരുന്ന വേഷങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരിതാണ്, അതാ പറഞ്ഞത്. അത് കാണുക എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ ഉറപ്പായിട്ടും പ്രഷർ കാത്തിരിക്കുക. ഇപ്പം ഓടുംകുതിര ചാടുംകുതിര കണ്ടപ്പോൾ ധ്യാൻ്റെ ഒരു വേഷം അത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ധ്യാൻ്റെ ക്യാരക്ടറെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ് ചർച്ച നടക്കുന്നത്? എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ധ്യാൻ്റെ ക്യാരക്ടർ സോഷ്യൽ മീഡിയ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ടോ. ആ ചർച്ചയിൽ നിന്ന് മാറി വളയിലാണ് ചർച്ച വരുന്നത്, ധ്യാൻ്റെ കഥാപാത്രം. അങ്ങനെയാണ് ഓരോ സിനിമ കഴിയുമ്പോൾ കഥാപാത്രം വെച്ച് ചർച്ച ഉണ്ടാവണം. അങ്ങനെയാണ് ധ്യാൻ്റെ ഒരു ഉയർച്ച ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം, അതിന്റെ കാര്യങ്ങൾ ഗൗരവത്തോടെ ഞാൻ പറയുന്നത്. കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. അതെ, എന്നോട് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ സംസാരിച്ചിരുന്നല്ലോ.